ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മുടെ സഹോദരൻ നമ്മുടെ കൽറോഡ് പെട്രോൾ പമ്പിൻ്റെ അവിടെ മീറ്റിക്കും. അത് നമ്മുടെ കൂരിയാണ് കേട്ടോ, ചട്ടിത്തലയും കൂരി 150 രൂപ. പിന്നെ ആര് കിടപ്പുണ്ട് അവന്. നീ കോരാൻ പോയില്ലേ? അല്ല, അവിടെ പള്ളത്തി എടുക്കാൻ കേട്ടോ. അടിപൊളി കാര്യം. അപ്പോൾ അവൻ രാവിലെ തൊട്ട് കച്ചവടം ചെയ്യുന്നല്ലോ, നല്ല സൂപ്പർ കാര്യം. നീ കൂട് വെച്ചില്ലേ? അല്ല, വലയിട്ടില്ല. അത് ഇന്നലെ റോഡിലെല്ലാം ചൂളിയൊക്കെ ഓടുമായിരുന്നു. ഇന്നലെ ഇഷ്ടം. അപ്പം നമ്മുടെ സഹോദരനും നമ്മുടെ ശ്രീകുമാറും നമ്മുടെ ജോബി, നമ്മുടെ ചേട്ടച്ചാരനും പോലെ കേട്ടോ, ജോബി അവനും ഉണ്ട്. അവർ രണ്ടുപേരുടെ മീൻ കച്ചവടം. ഇപ്പോൾ അവർ 10,000-2,000 രൂപ മീൻ വിറ്റില്ല. 10,000-2,000 രൂപ മീൻ വിറ്റില്ല. ഇനിയിപ്പോൾ കാര് കിടപ്പുണ്ട് കേട്ടോ. എടാ, മറ്റേ മീൻ എന്ത് ചെയ്യാ? ചത്തുപോയ? ഏതാ ചത്തുപോയ? വലുതാ? പോളാ പൊട്ട. അതാ പറഞ്ഞ അക്കൂരത്തിൽ ഇടാൻ പറഞ്ഞത്. നമ്മുടെ സഹോദരൻ 2 മീൻ കിട്ടിയായിരുന്നു കേട്ടോ. അത് എന്ത് മീനാന്ന് നമുക്കറിയാൻ മേല. അപ്പം വീട്ടിൽ കിടപ്പുണ്ട്. അപ്പം ഇപ്പം ചോദിച്ചപ്പം ഒരെണ്ണം ചത്തുപോയെന്ന് പറയും. ഒരെണ്ണം വീട്ടിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ കിടക്കുന്നത് നല്ല സൂപ്പർ മീനായിരുന്നു. അതുകൊണ്ട് കളഞ്ഞു. ഇത് നമ്മുടെ ചട്ടിത്തലയും കൂടി അടിപൊളിയാണ് കേട്ടോ. ഇതിന് മുട്ടയുണ്ടെന്നുണ്ട്. ബാക്കിയെല്ലാം മുട്ട ഇല്ലാത്ത. ഇത് പ്രാണൻ ജില്ലാണ് കേട്ടോ. ഇത് കണ്ടത്, ഇതെല്ലാം പ്രാണൻ ജില്ലാണ്. ഇത് പ്രാണൻ ജില്ല. ഇതാണ് ചട്ടിത്തലയും കൂടി കേട്ടോ. എടാ, ഈ നമ്മളെ ഇവിടുത്തെ തോട്ടിൽ കൂടുതൽ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം പള്ളാതുരുത്തി ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഈ തോട്ടിൽ കാര്യമാണ് ഇത്. നമ്മളെ നൈറ്റ് പിടിക്കാൻ പോയില്ല. കാര്യ കൂടുന്നുണ്ട്. ആ തോട്ടിലെ കാര്യമാണ് കേട്ടോ. അവിടെ കൂട് വെച്ചിരുന്നത് ആ കാര്യമാണ്. നമ്മുടെ സഹോദരൻ ഇപ്പം മീൻ വിൽക്കുന്നത് ഇപ്പം ഈ മഴ സമയത്ത് നമ്മുടെ സഹോദരൻ മീൻ വിൽക്കുന്ന ഈ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിരിക്കും കേട്ടോ. ഇത് നമ്മളെ ആലപ്പുഴ കളർകോട് ഉള്ള പെട്രോൾ പമ്പാണ്. ഇതിൻ്റെ നേരെ വാതിൽക്കൽ തന്നെ നമ്മുടെ സഹോദരൻ. ഈ മഴയത്തൊക്കെ ഇവിടെ ആയിരിക്കും കച്ചവടം അല്ലേ? ഇവിടെ അല്ലേ ഇനി 5-6 ദിവസം അടുപ്പിച്ച് കച്ചവടം. ഇനിയിപ്പോൾ ഇവിടെ ആയിരിക്കും കച്ചവടം. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പം അവൻ രാവിലെ കാണും. രാവിലെ തൊട്ട് കാണും. ഒരു 10 മണി തൊട്ട് അവൻ കാണും. നമ്മളെ പെട്രോൾ പമ്പിൻ്റെ അവിടെ കാണും. ഈ മഴ കഴിയുന്നവരെ ഇവിടെ ആയിരിക്കും അവൻ മീൻ കച്ചവടം, നമ്മുടെ സഹോദരൻ. അപ്പോൾ അപ്പാപ്പിയുടെ സഹോദരൻ അപ്പാപ്പിയുടെ വീഡിയോ കാണുമെന്ന് പറയണ്ട. പറഞ്ഞാൽ ചിലപ്പോൾ ഇവന് 50 രൂപ കൂടുതൽ മേടിക്കാൻ സാധ്യതയുണ്ട്. ഇവൻ കാറ് വരുന്നേ. എന്ത് സിലോപ്പിയ ലീവലിപ്പോഴും സിലോപ്പിയ അടി കിടന്ന് പെരി. നമ്മുടെ ഇവിടെ ഇന്നലെ മഴയ്ക്ക് നമ്മളെ സഹോദരൻ ഇവിടെ ഉടക്കുവല ഇട്ട. നീ ഇന്നലെ ഇവിടെയാണ് ഉടക്കുവല ഇട്ട. ഇത് നമ്മളെ പെട്രോൾ പമ്പിന്റെ നേരെ ഇപ്പറ കേട്ടോ. ഇവിടെയാ വലയിട്ടത്. ഇത് നമ്മളെ പള്ളാത്തുരുത്തി ആറ്റിൽ നിന്ന് നേരെ കയറി വരുന്നൊരു തോടാണ്. ആ തോട് വന്നിട്ട് നേരെ വരുന്ന കലിങ്ങായത്. ഇവിടെയാണ് നൈറ്റ് സമയത്ത് കാര് കയറി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇത് കേട്ടോ. കാര്യമുണ്ട് വലിയ ഇല്ലേ? കാര്യം എത്ര? 350. അല്ല ഫ്രഷാ ഇല്ലേ? വലിയ കാര്യം.
കാര്യം മേടിക്കാനായിട്ട് ഒരു ടീമും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ, വെള്ളം തെറിക്കും. ആ ചേച്ചി മീൻ മേടിച്ചോ? മഞ്ഞക്കൂരയല്ല, മഞ്ഞക്കൂരയല്ല. ഒരു കിലോ വേണം മേടിച്ചോണ്ണ. അജയണ്ണ വേണ്ട മീൻ വേണ്ടേ? ആ മേടിയില്ല, മീൻ തീരട്ടെ. എടാ മറ്റേ പ്രാവശ്യമാണാ. എടാ ഈ പ്രാവശ്യം വേണം. അവർ 2 കിലോക്കാരി അവര് മേടിക്കുന്നത്. ഓക്കെ, ഒറ്റ കൂറിന് തന്നെ 1 കിലോ കണക്കാവട്ടെ. അതാണ് കൈത്തൂക്കം എന്ന് പറയുന്നത്. ആ ചേട്ടാ ഞാൻ രാവിലെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു, 5-6 കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊക്കാനായിട്ട് പോയി. ഉണ്ട്. ഞാനേ പോകാൻ പോയിരുന്നു. അപ്പം നമ്മുടെ സഹോദരൻ ഇവിടെ പമ്പിൻ്റെ അവിടെ മീൻ വിൽക്കുന്നു. അപ്പം അതിൻ്റെ ഒരു മഴയായിരുന്നു. അപ്പം പിന്നെ കൂടും പൊക്കാൻ പോയിട്ട് പോന്ന. ഓക്കെ ഓക്കെ ഓക്കെ. വെള്ളം കൂരിയാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ പുലിയാമ്പഴി ഒന്ന് മേടിക്കാൻ പോരണം. വൈകിട്ട് ചെന്നാൽ മതി. പുലിയാമ്പഴിയില്ലേ നമ്മുടെ റിലയൻസ് മാളിൻ്റെ അവിടെ വഴിയോട്ട് അപ്പോൾ ഇപ്പം പൂരി തീരാൻ ഇപ്പോൾ ഒരു 1 കിലോ 1.5 കിലോ കൂടെ ഉള്ളു. 1 കിലോ ഇപ്പോൾ ഒരു 3 കിലോക്കാരി പോയില്ല അല്ലേ? ഇപ്പോൾ ഒരു 3 കിലോക്കാരി പോയി കേട്ടോ. അടിക്കാതെ ബമ്പർ അടിക്കുക. ആവശ്യം 4 കിട്ടും. 1 ലക്ഷം രൂപ ആയാലും ഉണ്ട്. വക്കീലുണ്ട്.
അപ്പം വരും ദിവസങ്ങളിൽ അപ്പാപ്പിയുടെ സഹോദരനും മീൻ നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ മീൻ കച്ചവടം ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും മീൻ വേണമെങ്കിൽ ഈ നമ്മുടെ പക്കി പമ്പിൻ്റെ അവിടെ വന്നാൽ മതി. അപ്പോൾ അവനിനി ഇപ്പം ഇത്രയും കൂടെ മീൻ ഇരിപ്പുണ്ട്. ഇതൊരു 3 കിലോ 3.5 കിലോ കാര് കിടപ്പുണ്ട്. ഇനി കഴിഞ്ഞത് ഇത്രയും കൂലിയും കൂടെ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ചേട്ടായിയുടെ കൂടെയുള്ള മീൻ കച്ചവടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പാപ്പയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവനെ ബൈ ബൈ. പിന്നെ ആ വീട്ടിൽ കിടക്കുന്ന മീനാണ് കൊണ്ടുപോവുക. ആ ഒരെണ്ണം പറഞ്ഞതൊക്കെ ആ മീൻ നമുക്കറിയാൻ മേല കേട്ടോ. നമുക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അത് ഈ വളർത്തി മീനാണെന്ന് തോന്നുന്നു. അത് എന്ത് മീനാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. 2 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ചത്തുപോയി. അപ്പം വീട്ടിലൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ട് ഞാൻ കാണിച്ചു തരാം. വലുത് അതാണ്ട് നമ്മുടെ ഗോൾഡ് ഫിഷിനും കണക്കിരിക്കും. അതേക്കാണ് നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ളൊരു സാധനം. അപ്പോൾ അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് ചേട്ടായി കിട്ടിയ മീൻ കാണിച്ചു തരാം. കണ്ടോ? ആ വലിയ മീൻ എന്ത് ചത്തുപോയി. നിന്റെ അച്ചാച്ചി എടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ അപ്പാപ്പി കൊണ്ടുപോക്കോളാം. ഇത് കണ്ടോ? മീൻ നോക്കിക്കോണേ. മീൻ നോക്കിക്കോണം. ഇതാണ് മീൻ. ഹലോ, നിന്റെ വലിയ മീൻ ചത്തുപോയില്ലേ? അപ്പൊ ഈ മീനിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പാപ്പി കൊണ്ടുപോവാ. കണ്ട അങ്ങനെ പറഞ്ഞു വിടുക. അവക്ക് അറിയാൻ മേല. അപ്പാപ്പി കൊണ്ടുപോയത്. അപ്പാപ്പി കൊണ്ടുപോവാ. കൊണ്ടുപോവാ. മീൻ കൊണ്ടുപോവാ. ബക്കറ്റോ കുഞ്ഞുണ്ണിയാ നീ അവിടെയാടാ വല്ലോ ആ മുപ്പല്ലി അടുത്ത് മുറ്റത്ത് വരുന്ന മീൻ വല്ലതും കുത്തിപ്പിടിക്കാനുള്ളതിന് നീ മീനൊക്കെ കയറി വരുന്നുണ്ടാ? മീൻ കയറി വരുന്നുണ്ടോ നമ്മുടെ മുറ്റത്ത്? ഉണ്ടാ? ആ ഉണ്ടെങ്കിൽ ആ വലയെടുത്ത് വീശുകയാ. മുപ്പല്ലിക്ക് കുത്തുക എന്നാലും ചെയ്. ആ ചൂലിനെങ്കിലും എടുത്ത് കുത്ത്. ഇത് കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോവുക. ഇത് മീന. നല്ല മഴയും കാറ്റൊക്കെയാ. അപ്പം ഒരാൾ കറങ്ങി തിരിഞ്ഞു ഇല്ലേ വരുക. എവിടെ പോയാന്ന് ചോദിക്കാം. എവിടെ പോയായിരുന്നു? എവിടെ പോയായിരുന്നു? ആ അല്ല കാണാൻ മീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയാന്ന്. ഇന്നലെ രാത്രി കുത്താൻ പോയപ്പോൾ 2-3 കാര്യമെല്ലാം കിട്ടിയത് കാരണം മീൻ നോക്കാൻ പോയാന്ന്. കാണാൻ വന്നു. ലച്ചുവേ ആണോ? നമ്മുടെ അപ്പുറത്തെ ഏതാ പൗടിയോ ചേട്ടാ? ഈ മീനെ കണ്ട നോക്കിക്കേ. ആണോ? അത് കൂട്ടി കിട്ടിയതാ. അപ്പാപ്പിയുടെ ചേട്ടൻ അപ്പുറത്ത് താമസിക്കുന്ന ആ ചേട്ടന് കിട്ടിയ. ഇത് പിടിച്ച കൊച്ചിനെ കാണിച്ചു കൊടുക്കാടി. ഇടി ഇത് പിടിച്ച ഇങ്ങോട്ട് അടുത്ത കാണിച്ചാ മുന്നിച്ച. കണ്ടോ? കണ്ടോ മീനെ കണ്ടോ? ഇത് കൂട്ടിക്കിട്ടിയ 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം എന്തോ പറ്റി ചത്തുപോയി. ഇത് എന്നാ മീനാന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ.